സോ അടുത്താണ് സെൽഫ് ഡിസ്ക്ലോഷർ. സെൽഫ് ഡിസ്ക്ലോഷർ ഈസ് കൺസിഡേർഡ് ബേസിക് ടു മെൻ്റൽ ഹെൽത്ത് ആൻഡ് സച്ച് ഡിസ്ക്ലോഷർ ഹെൽപ്സ് ടു ബ്രിങ് അബൌട്ട് എ ഹെൽത്തി പേഴ്സണാലിറ്റി പാറ്റേൺ വിച്ച് ഈസ് ഗ്യാരണ്ടി ഫോർ എ സോഷ്യലി ഡിസൈറബിൾ ആൻഡ് favorable reaction from others. Emotional stress expressed in the form of anxiety, frustration, jealousy, and envy also affect the development of personality. സെൽഫ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫിനെ എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ വ്യാപിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. സോ നമ്മുടെ സെൽഫിനെ എപ്പോഴും നമ്മൾ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി പാറ്റേൺ ആയിട്ട് മാറാൻ പറ്റും. ഒരു ഫേവറബിൾ റിയാക്ഷൻ ആണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. ഇമോഷണൽ സ്ട്രെസ് നമ്മൾ എപ്പോഴാണ് എക്സ്പ്രസ് ചെയ്യുക? ആങ്സൈറ്റിയിൽ, ഫ്രസ്ട്രേഷനിൽ, ജെലസി, എൻവി ആൾസോ എഫക്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിനെ എഫക്ട് ചെയ്യും. എ പേഴ്സൺ ഹൂ സഫേഴ്സ് ഫ്രം ഇമോഷണൽ സ്ട്രെസ് മേക്സ് ഗുഡ് പേഴ്സൺ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു പേഴ്സൺ ഇമോഷണൽ സ്ട്രെസ് സഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് പേഴ്സൺ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും. ഇൻറ്റൻസ് ഇമോഷണൽ സ്ട്രെസ് മേ മോട്ടിവേറ്റ് ദ പേഴ്സൺ ടു ഗോ ടു എക്സസീവ് ഇൻ ഹോപ്പ് ഓഫ് ബീയിങ് റിലീവ്ഡ് ഫ്രം ഇറ്റ്. സോ ഇൻറ്റൻസീവായിട്ടുള്ള ഇമോഷണൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് റിലീഫിനുള്ള ഒരു മോട്ടീവാണെന്നുള്ളതാണ്. സോ അതിന് ശേഷം അവർക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു റിലീഫ് ആയിരിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ദ പേഴ്സൺ മേ റിസോർട്ട് ടു ഓവർ ഈറ്റിംഗ് ആൻഡ് യൂസിംഗ് ഡ്രഗ്സ് ടു ഡൾ ദ ഇൻറ്റൻസ് ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി കോസ്ഡ് ബൈ ഇമോഷണൽ സ്ട്രെസ്. ഇറ്റ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ദാറ്റ് വുമൻ ഹു എക്സ്പീരിയൻസ് ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ഇമോഷണൽ സ്ട്രെസ് ഡ്യൂറിംഗ് മെൻസ്ട്രൽ പീരിയഡ് ആർ ഫൗണ്ട് ടു ഡെവലപ്പ് ഡിപ്രസീവ് ടെൻഡൻസീസ്. Psychologists have shown that people with low self-esteem are more adversely affected by emotional stress than those with high self-esteem. സൈക്കോളജിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നത് ഇമോഷണൽ സ്ട്രെസ്സുകൾ. ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾക്ക് അത്രയും എന്ത് ചെയ്യുന്നില്ല, അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ എപ്പോഴും ഒരു സാഡായിട്ടിരിക്കുന്നവർക്കാണ് കൂടുതലായിട്ടും മെൻസ്ട്രൽ പീരീഡിനകത്ത് സ്ട്രെസ്സുകളും ഇമോഷണൽ സ്ട്രെസ്സുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ സെൽഫ് എസ്റ്റീം കൂടുതലുള്ള ആളുകൾക്ക് അത്രയും അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അതിനൊക്കെയാണ് ആസ്പിറേഷൻ എന്ന് പറയുക. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ദീസ് ആൾസോ ഹാവ് ആൻ എഫക്റ്റ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ആസ്പിറേഷൻ മീൻസ് എ ലോങ്ങിങ് ഫോർ എ സ്ട്രൈവിങ് ഫോർ സംതിങ് ഹയർ ദാൻ വൺസ് പ്രസൻറ്റ് സ്റ്റാറ്റസ്. നമുക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കൂടുതലായിട്ട് എന്തെങ്കിലും വേണം എന്നുള്ളൊരു ആഗ്രഹമാണ് എന്ത്? ആസ്പിറേഷൻ എന്ന് പറയുന്നത്. ദിസ് ആസ്പിറേഷൻ ആർ ദ ഈഗോ ഇൻവോൾവ്ഡ് ഗോൾസ് ദാറ്റ് പേഴ്സൺ സെറ്റ് ഫോർ ദംസെൽസ്. ആസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ഈഗോ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഗോളാണ്. അവർക്ക് തന്നെ വേണ്ട ചില ഗോൾസും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. സോ ദ മോർ ഈഗോ ഇൻവോൾവ് ദ ആസ്പിറേഷൻസ് ആർ, ദ മോർ വിൽ ബി ദ ഇമ്പാക്ട് അപ്പോൺ ബിഹേവിയർ ആൻഡ് ദ ഫോർ ഗ്രേറ്റർ വിൽ ബി ദ ഇമ്പാക്ട് അപ്പോൺ പേഴ്സണാലിറ്റി. ഇതിനകത്ത് കൂടുതലായിട്ടും ഒരു ഈഗോയിസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു പേഴ്സൺ ആസ്പിറേഷനിൽ കൂടുതൽ ഈഗോ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഈഗോ അവരുടെ പേഴ്സണാലിറ്റിയിലും അത്ര തന്നെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ്. സോ ദർ മേ ബി വേരിയസ് ഫോംസ് ഓഫ് ആസ്പിറേഷൻ സച്ച് ആസ് positive aspiration to achieve success, negative aspiration to avoid failure, realistic aspiration within the range of the person's capacity, unrealistic aspiration beyond the capacity of the person, remote aspirations to achieve a goal in the remote future, or immediate aspiration to achieve a goal in the near future. സോ ഇതിനകത്ത് വിവിധ തരം ആസ്പിറേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പോസിറ്റീവ് ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ടു അച്ചീവ് സക്സസ്, അവർക്ക് സക്സസ്സിലേക്ക് എത്തണം എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പിറേഷൻ. ഓക്കെ, നെഗറ്റീവ് ആസ്പിറേഷനോ, സോ അവർക്ക് ഫെയിലിയർ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, അവർക്ക് എപ്പോഴും വിജയിച്ചുകൊണ്ടേയിരിക്കണം, അവർ ഏത് മാർഗത്തിലൂടെയും ജയിക്കണം എന്നുള്ള ആളുകളായിരിക്കും. റിയലിസ്റ്റിക് ആസ്പിറേഷൻ വിത്തിൻ ദ റേഞ്ച് ഓഫ് ദ പേഴ്സൺസ് കപ്പാസിറ്റി, അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരെന്ത് ചെയ്യുക, ആഗ്രഹിക്കുക. അവരുടെ ഇൻ്റലിജൻസ് ലെവലിനും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരുടെ ആഗ്രഹം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെയാണ് റിയലിസ്റ്റിക് ആസ്പിറേഷൻ എന്ന് പറയാം. അൺറിയലിസ്റ്റിക് ആസ്പിറേഷൻ ആണെങ്കിലോ അവർക്ക് കപ്പാസിറ്റി അതിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടെങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്നത് വളരെ കുറച്ചായിരിക്കും. സോ അവർ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെനക്കെടാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അതാണ് അൺറിയലിസ്റ്റിക് ആസ്പിറേഷൻ. റിമോട്ട് ആസ്പിറേഷൻ to achieve a goal in the remote future, or immediate aspiration. ഇമ്മീഡിയറ്റ് ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും എന്ത് ചെയ്യണം, അവരുടെ ഫ്യൂച്ചറിൽ പെട്ടെന്ന് ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലായിരിക്കും ഇമ്മീഡിയറ്റ് ആസ്പിറേഷൻ. അവർക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കിട്ടണം, അവർ വിചാരിക്കുമ്പോൾ തന്നെ അവർക്കതാവണം, അങ്ങനെയുള്ള രീതിയിലുള്ള ആസ്പിറേഷനാണ് ഇമ്മീഡിയറ്റ് ആസ്പിറേഷൻ. The motivating power of aspiration varies in general, remote and realistic aspiration to provide stronger motivating forces than immediate and unrealistic aspiration. Motivating power of aspiration vary ചെയ്യുന്നുണ്ട്. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് ആൻഡ് റിയലിസ്റ്റിക് ആസ്പിറേഷൻ ഡു പ്രൊവൈഡ് സ്ട്രോങ്ങർ മോട്ടിവേഷൻ ഫോഴ്സസ് ദാൻ ഇമ്മീഡിയറ്റ് ആൻഡ് അൺറിയലിസ്റ്റിക് ആസ്പിറേഷൻ. ഈ അൺറിയലിസ്റ്റിക് ആയിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആസ്പിറേഷനെക്കാട്ടിലും കൂടുതൽ മോട്ടീവ് ഉണ്ടാവുക ആർക്കാണ്? റിയലിസ്റ്റിക് ആസ്പിറേഷനും അതുപോലെ തന്നെ റിമോട്ട് ആസ്പിറേഷൻസിനുമാണ്. നെഗറ്റീവ് ആസ്പിറേഷൻസ് ആർ കൺസിഡർ
considered weaker in providing motivating strength than positive aspiration. Negative aspiration consider ചെയ്യുന്നത് weaker ആയിട്ടാണ്, providing motivating strength than positive aspiration. പോസിറ്റീവ് ആസ്പിറേഷനുകളിലും കുറവ് കൺസിഡർ ചെയ്യുന്നത് വീക്കർ ആയിട്ടുള്ള ആസ്പിറേഷനായിട്ട് കണക്കാക്കപ്പെടുന്ന നെഗറ്റീവ് ആസ്പിറേഷനെയാണ്. ലെവൽ ഓഫ് ആസ്പിറേഷൻ, ദാറ്റ് ഈസ് ദ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ഗോൾ ആൻഡ് ഇൻഡിവിജ്വൽ ഹാസ് അച്ചീവ്ഡ് ആൻഡ് ദ ഗോൾ ദ പേഴ്സൺസ് ഹോപ്സ് ടു റീച്ച്. ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരം, വ്യത്യാസം എന്നുള്ള രീതിയിലൊക്കെയാണ്. അത് തമ്മിലുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ അന്തരം. സോ ഒരു ഗോളും ആ ഒരു ഇൻഡിവിജ്വലിന് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഗോളും അതുപോലെ ആ ഒരു വ്യക്തിയുടെ ഹോപ്പും തമ്മിലുള്ള ഒരു അന്തരം അതെന്ത് ചെയ്യും? അവരുടെ ആസ്പിറേഷനെ എഫക്റ്റ് ചെയ്യും. അത് എത്രത്തോളം ആ ലക്ഷ്യത്തിൽ എത്തും എന്നുള്ളതും അതുപോലെ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗോളും തമ്മിലുള്ള ഒരു അന്തരമാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ലെവൽ ഓഫ് ആസ്പിറേഷനെ കൺസിഡർ ചെയ്യുന്നത്. സോ എഫക്ട് ദ പേഴ്സണാലിറ്റി ഇൻ ടേംസ് ഓഫ് ദ സൈസ് ഓഫ് ദ ഡിസ്ക്രിപ്പൻസി. അതെന്ത് ചെയ്യും? ആ ഒരു പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സൈസ് ഓഫ് ഡിസ്ക്രിപ്പൻസിക്ക് അനുസരിച്ച്, അതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച്. വെൻ ദ സൈസ് ഓഫ് ഡിസ്ക്രിപ്പൻസി ഈസ് ലാർജ്, അത് തമ്മിലുള്ള അന്തരം വലുതാണെങ്കിൽ ദ പേഴ്സൺ സെൽഫ് കൺസെപ്റ്റ് ഈസ് സിവിയർലി ഡാമേജ്ഡ്, എസ്പെഷ്യലി ഇഫ് ദ പേഴ്സൺ ഫെയിൽസ് ടു അച്ചീവ് ദ ഗോൾ. ആ ഒരു വ്യക്തി ആ ഒരു ഗോളിലേക്ക് എത്താനുള്ള ആ ഒരു അന്തരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ഒരു പേഴ്സൻ്റെ സെൽഫ് കൺസെപ്റ്റ് എന്ത് ചെയ്യും? സിവിയർലി ഡാമേജ് ആവും എന്നുള്ളതാണ്. സോ അത് തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി കൂടിക്കഴിഞ്ഞാൽ, അതായത് അവർ വിചാരിക്കുന്ന ആ ഒരു ലക്ഷ്യവും അവരും തമ്മിലുള്ള അന്തരം കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും? അവരുടെ സെൽഫ് കൺസെപ്റ്റ് എന്ത് ചെയ്യും? സിവിയർലി ഡാമേജ് ആവും എന്നുള്ളതാണ്. Not only the individual will judge self as failure, but others will also judge the person as a failure in particular, if others know about the person's goal and that goal had not been achieved. ആ ഒരു വ്യക്തി മാത്രം അവരുടെ ഫെയിലിയറിനെ കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ ആ ഒരു വ്യക്തിയുടെ ഗോൾ അവർ അച്ചീവ് ചെയ്യാത്തതിൽ എന്ത് ചെയ്യും? മറ്റുള്ളവർ അവരെ ജഡ്ജ് ചെയ്യും എന്നുള്ളതാണ്. സോ അതെല്ലാം അവരുടെ പേഴ്സണാലിറ്റിനെ എഫക്റ്റ് ചെയ്യും. റിസർച്ച് സ്റ്റഡീസ് ഹാവ് ഓൾസോ ഷോൺ ദാറ്റ് ഹൈ ആസ്പിറേഷൻസ് ആർ നോട്ട് നെസസറിലി എ സോഴ്സ് ഓഫ് ഡാമേജ് ടു ദ സെൽഫ് കൺസെപ്റ്റ്. റിസർച്ച് സ്റ്റഡി ചെയ്യുന്നത് എന്താണ്? സെൽഫ് കൺസെപ്റ്റിന് ഡാമേജ് ഉണ്ടാക്കാൻ വലിയ ആഗ്രഹങ്ങളല്ല കാരണമാകുന്നത്. ദേ മേ ബി ദ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് പ്ലഷർ. അതായിരിക്കും അവരുടെ മോട്ടിവേഷനും അവരുടെ പ്ലഷറും. ദേ മേ ബി എ കൈൻഡ് ഓഫ് വിഷ്ഫുൾ തിങ്കിങ് ദാറ്റ് വിൽ നോട്ട് കോസ് എനി ഡാമേജ് ടു പേഴ്സണാലിറ്റി സോ ലോങ് ആസ് ഇറ്റ് റിമെയിൻസ് എ ഫോം ഓഫ് ഫൺ ആൻഡ് പ്ലേ. അത് അവർക്കൊരു ഫണ്ണായിട്ടോ അവരുടെ കളിയായിട്ടൊക്കെ അവർക്ക് തോന്നുകയാണെങ്കിൽ അത് അവരുടെ പേഴ്സണാലിറ്റിയെ ഡാമേജ് ആക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് അച്ചീവ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. സോ അച്ചീവ്മെൻറ്റ് എങ്ങനെയാണ് പേഴ്സണാലിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ദീസ് ആർ അനദർ റിലേറ്റഡ് ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. Achievement can be evaluated objectively by comparing one's performance with those of one's peers and subjectively by comparing the person's achievement with the level of aspiration. Success and failure are the two different attitudes of the persons towards achievement. If the person is pleased with own achievement, the achievement will be considered a success and this has a favorable impact upon the self-concept. However, if the person's attitude towards achievement is negative, then the achievement will not be considered a success but a failure. അച്ചീവ്മെൻ്റ് അകത്ത് നമുക്ക് രണ്ട് രീതിയിലാണ് വരിക. ഒന്നുകിൽ അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും? അവരുടെ പിയർ ഗ്രൂപ്പ്സുമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടാവും? കമ്പയർ ചെയ്യുന്നുണ്ടാവും അവരുടെ പെർഫോമൻസുകൾ. സോ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പേഴ്സണാലിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി അവരുടെ അച്ചീവ്മെൻറ്റ് നോക്കിയിട്ട് അവർക്ക് ദയാണ് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു അച്ചീവ്മെൻറ്റ് അവർക്ക് കൺസിഡർ ചെയ്യുന്നത് സക്സസ് ആയിട്ടാണ്. ആ ഒരു ഫേവറബിൾ ഇമ്പാക്റ്റാണ് അവരുടെ സെൽഫ് കൺസെപ്റ്റിനകത്ത് ഉണ്ടാക്കുക. ഹൗവർ ഇഫ് ദ പേഴ്സൺ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അച്ചീവ്മെൻറ്റ് ഈസ് നെഗറ്റീവ്, ഒരു വ്യക്തിക്ക് അവരുടെ അച്ചീവ്മെൻറ്റിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ദെൻ ദ അച്ചീവ്മെൻറ്റ് വിൽ ബി നോട്ട് കൺസിഡർ എസ് എ സക്സസ് ബട്ട് എ ഫെയിലിയർ. ആ ഒരു അച്ചീവ്മെൻറ്റ് അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, അതൊരു ഫെയിലിയറാണ്. സച്ച് പേഴ്സൺസ് വിൽ ഫീൽ ഡിസാറ്റിസ്ഫൈഡ് ആൻഡ് മിസറബിൾ ആൻഡ് ഇൻ ടേൺ ദെയർ സെൽഫ് കൺസെപ്റ്റ് വിൽ ബി അഡ്വേഴ്സ്ലി എഫക്റ്റഡ്. അവർക്ക് അവരുടെ അച്ചീവ്മെൻറ്റിലും അവർക്ക് സക്സസ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല, അവർക്ക് എപ്പോഴും ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് അവരുടെ സെൽഫ് കൺസെപ്റ്റിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. Persons who feel that they have been successful remain satisfied with themselves and appear to be happy. ആർക്കാണോ അവരുടെ സക്സസ്ഫുള്ളിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് അവർക്ക് മാത്രമേ സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ അവരിൽ നിന്നും. ബിസൈഡ്സ് ബിൽഡിംഗ് എ ഫേവറബിൾ സെൽഫ് കൺസെപ്റ്റ്, അച്ചീവ്മെൻറ്റ് also raises the person's self-esteem and increases the level of self-confidence so that the individual can solve the many new problems of the future successfully. ഫേവറബിൾ ആയിട്ടുള്ള സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് അവരുടെ അച്ചീവ്മെൻറ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്താൻ പറ്റും. ആ ഒരു വ്യക്തിയുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും കൂടുമെന്നുള്ളതാണ്. സോ ആ ഒരു വ്യക്തിക്ക് അവരുടെ ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോബ്ലംസ് സക്സസ്ഫുൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇൻ അഡീഷൻ ടു ദ പേഴ്സൺ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് എ പേഴ്സൺ ഡിറൈവ്സ് from achieving the goal successfully, the achievement ensures that the person is appropriate in all the actions that are taken up, which in turn produces a stabilizing impact upon the behavior. Therefore, a successful person tends to be more relaxed than a person who has experience of failure.
ഒരു പേഴ്സൻ്റെ സാറ്റിസ്ഫാക്ഷൻ വരുന്ന എപ്പോഴാണ്? അവരുടെ ഗോൾ സക്സസ്ഫുള്ളി അവർ അച്ചീവ് ചെയ്യുമ്പോഴാണ്. സോ ഒരു അച്ചീവ്മെൻറ്റ് അവർക്ക് എൻഷുർ ചെയ്യുന്നത് ആ ഒരു പേഴ്സൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ അവർ എടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും, സോ അവർ ഏത് രീതിയിലാണ് പോയിട്ടുള്ളത്, അതെല്ലാം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട്. അതെല്ലാം എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെബിലൈസിങ് ഇമ്പാക്റ്റാണ് അവരുടെ ബിഹേവിയറിനകത്ത് ഉണ്ടാക്കുക. അവരുടെ സക്സസ് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ ബിഹേവിയറിനകത്ത് ഒരു സ്റ്റെബിലൈസിങ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. സോ ഒരു സക്സസ്ഫുൾ പേഴ്സൺ എപ്പോഴും റിലാക്സേഷൻ ഒരു മൂഡ് ഉണ്ടായിരിക്കും, ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്തവരെക്കാട്ടിലും കൂടുതൽ. ഓക്കെ, സോ അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവരുടെ പേഴ്സണാലിറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. ഇനി അവരുടെ അച്ചീവ്മെൻറ്റിനകത്ത് അവർക്ക് സന്തോഷം കിട്ടുന്നില്ല, അതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവരനുഭവിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആയിരിക്കും അവരുടെ ബിഹേവിയറിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, സോ അടുത്താണ് ഗോൾ സെറ്റിംഗ്. Experimental evidences have shown that one of the most important effects that success has upon the person is that the individual becomes more realistic about goal setting. Such persons would set their goal to a point where they have reasonable chances of reaching. This behavior is an obvious characteristic of intelligent, well-adjusted people than of those who are poorly adjusted. ഒരു സക്സസ്സിന് ശേഷം ഓരോ വ്യക്തികളും ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് പെരുമാറും എന്നുള്ളതാണ്. പിന്നീടുള്ള ഓരോ ഗോളിലേക്കും ഏത് രീതിയിലാണ് മുന്നോട്ട് പോവേണ്ടത് എന്നുള്ള വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവും ഓരോരുത്തർക്കും. സോ ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ആകുന്ന ആളുകളാണ് കൂടുതലും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലാത്തവർ പുവർലി അഡ്ജസ്റ്റ് ആയിട്ടുള്ളവരായിരിക്കും എന്നുള്ളതാണ്. സക്സസ് എൻഹാൻസസ് സെൽഫ് കൺസെപ്റ്റ് ബൈ ഇൻക്രീസിങ് ദ പേഴ്സൺസ് പ്രസ്റ്റീജ് ഇൻ ദ ഐസ് ഓഫ് അതേഴ്സ്. സക്സസ് എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് കൺസെപ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എൻഹാൻസ് ചെയ്യുന്നുണ്ട് ദ പേഴ്സൺസ് പ്രസ്റ്റീജ് ഇൻ ദ ഐസ് ഓഫ് ദ അതേഴ്സ്. മറ്റുള്ളവരുടെ ഐസിൽ നമ്മളൊരു പ്രസ്റ്റീജിയസ് ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസിന് ഒരു സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാവുക. സോ ദിസ് എൻഹാൻസസ് സോഷ്യൽ അക്സെപ്റ്റൻസ് ആൻഡ് സ്ട്രെങ്തൻസ് ദ ഇൻഡിവിജ്വൽ സെൽഫ് കൺസെപ്റ്റ്. ഇതെന്ത് ചെയ്യും? അവരുടെ സോഷ്യൽ അക്സെപ്റ്റൻസ് എൻഹാൻസ് ചെയ്യുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും ഇൻഡിവിജ്വലിൻ്റെ സെൽഫ് കൺസെപ്റ്റിനെയും. But too much success during early years of life may in fact weakens the person's motivation to do one's best. ആ ഒരു വ്യക്തികളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് സക്സസ്ഫുൾ ആവുന്ന ആളുകൾ വീക്കാവാണ് ചെയ്യാറുള്ളത്. കാരണം എന്താണ്? പിന്നീടുള്ള അവരുടെ മുന്നോട്ട് പോവലിൽ അവർക്കൊരു മോട്ടിവേഷനായിട്ട് അത് മാറുന്നില്ല. കാര്യം ആദ്യം തന്നെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവരെ അത് വീക്കൻ ചെയ്യാനാണ് സാധ്യത എന്നുള്ളതാണ്. സോ ഇറ്റ് മേ കോസ് ദ പേഴ്സൺ ടു ലോസ് സം ഓഫ് ദ ന്യൂ മോട്ടിവേഷൻസ് വിച്ച് ക്യാൻ ബി ജനറേറ്റഡ് ബൈ ഏർലി അച്ചീവ്മെൻറ്റ്. എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെൻറ്റ് ഈവൻ മേ പ്രൂവ് ടു ബി മോർ ഹാർംഫുൾ ദാൻ ഹെൽപ്ഫുൾ ടു സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ് മേ അറൗസ് ജെലസി ആൻഡ് resentment among those persons who are socially related to the person but somehow less successful. അതായത് ഏർലി അച്ചീവ്മെൻറ്റിലൂടെ അവർക്ക് പിന്നീടുള്ള മോട്ടിവേഷൻസ് അവർക്ക് കിട്ടാതിരിക്കാൻ അവർക്ക് കാരണമാകും. എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെൻറ്റും അവർക്ക് ഹാംഫുൾ ആയിട്ടാണ് ഇരിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്സ് ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെന്ത് ചെയ്യും? അത് ചിലപ്പോൾ ജലസി ഫീലിംഗ് ഒക്കെ അവരിൽ ഉണ്ടാക്കും. അതുപോലെ റിസെൻമെൻറ്റ് അമംഗ് ദോസ് പേഴ്സൺസ് ഹു ആർ സോഷ്യലി റിലേറ്റഡ് ടു ദ പേഴ്സൺ ബട്ട് സംഹൗ ലെസ് സക്സസ്ഫുൾ. ഫെയിലിയർ ഈസ് അനദർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ്. ഇറ്റ് ഈസ് always ego deflating. Failure undermines the self-confidence and self-esteem. Gradually, it destroys the person's belief that she or he can do something to achieve. This in effect weakens the motive to achieve even those things which are within his or her capability. Severe and repeated failure causes stress, anxiety and tension. ഫെയിലിയർ എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. കാരണം അതൊരു ഈഗോ ഡിഫ്ലേറ്റിംഗ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എപ്പോഴും ഒരു ഈഗോ ജനിപ്പിക്കും നമുക്ക് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ. സോ ഫെയിലിയർ അണ്ടർമൈൻസ് ദി സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഫെയിലിയർ എന്ത് ചെയ്യും? നമ്മുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഒക്കെ കുറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗ്രാജുവലി ഇറ്റ് ഡിസ്ട്രോയ് ദ പേഴ്സൺസ് ബിലീഫ്. അതെന്ത് ചെയ്യും? ഓരോ വ്യക്തികളുടെയും ബിലീഫ്, വിശ്വാസം നഷ്ടപ്പെടുത്തും. അത് അവളാണെങ്കിലും അവനാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതെന്ത് ചെയ്യും? വീക്കൻ ചെയ്യും ദ മോട്ടീവ് ടു അച്ചീവ് ഈവൻ ദോസ് തിങ്സ് വിച്ച് ആർ വിത്തിൻ ഹിസ് ഓർ ഹെർ കാപ്പബിലിറ്റി. സോ അത് അവരുടെ കാപ്പബിലിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് അവരെ വീക്കൻ ചെയ്യും എന്നുള്ളതാണ്. സിവിയർ റിപ്പീറ്റഡ് ഫെയിലിയർ എന്ത് ചെയ്യും? സ്ട്രെസ് ഉണ്ടാക്കും, ആങ്സൈറ്റി ഉണ്ടാക്കും, ടെൻഷൻ ഉണ്ടാകും. Sometimes such repeated failures cause so intense stress and anxiety that it produces psychosomatic illness or leads to a defeatist attitude. ചില സമയങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ് എന്ത് ചെയ്യും? ഇൻറ്റൻസ് സ്ട്രെസ് ഉണ്ടാക്കും, ആങ്സൈറ്റി ഉണ്ടാക്കും. അത് ചിലപ്പോൾ സൈക്കോസൊമാറ്റിക് ഇൽനെസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഡിഫീറ്റിസ്റ്റ് ആറ്റിറ്റ്യൂഡായിട്ട് മാറും. ഓരോ വ്യക്തികളും വ്യത്യസ്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫെയിലിയേഴ്സിനെ നോക്കിക്കാണുന്നത്. സോ ഡിഫീറ്റിസ്റ്റ് ആറ്റിറ്റ്യൂഡായിട്ട് മാറാം, വിച്ച് സ്ട്രെങ്തൻ ദ പേഴ്സൺസ് ബിലീഫ് ഇൻ ഹിസ് ഓർ ഹെർ ഇൻഅഡിക്വസി ആൻഡ്
ഇൻറ്റൻസിഫൈസ് ദ പുവർ പേഴ്സൺ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് ആ വ്യക്തിനെ സ്ട്രെങ്തൻ ചെയ്യും. അതിൻ്റെ ബിലീഫ്സിൽ, ആ ഒരു വ്യക്തിയുടെ ബിലീഫ്സിൽ മാറ്റം വരും. അത് അവളാണെങ്കിലും അവനാണെങ്കിലും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അത് ഇൻറ്റൻസിഫൈ ആവും. ദ പുവർ പേഴ്സൺ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അതെന്ത് ചെയ്യും? പുവർ പേഴ്സണിലേക്കും അല്ലെങ്കിൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്കും അതെന്ത് ചെയ്യും? നമ്മളെ എത്തിക്കും എന്നുള്ളതാണ്. റിസർച്ച് റിവീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ ഓഫ് ദ മോസ്റ്റ് ഡാമേജിങ് ആസ്പെക്റ്റ്, ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഫെയിലിയറിനകത്ത് സംഹൗ നോട്ട് അച്ചീവിങ് ദ ഡിസൈർഡ് ഗോൾ ആൻഡ് സോഷ്യൽ റെക്കഗ്നിഷൻ. ഒരു സോഷ്യൽ റെക്കഗ്നിഷൻ കിട്ടാതെയോ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അത് ഡാമേജ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഫെയിലിയർ ഒരു ഡാമേജ് ആയിട്ട് മാറുന്ന എപ്പോഴാണ്? നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കാതെ വരുമ്പം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെക്കഗ്നിഷൻ നമുക്ക് കിട്ടാതെ വരുമ്പം, അതായത് നമ്മൾ സോഷ്യലി നമ്മൾ അറിയപ്പെടാതെ വരുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഫെയിലിയർ ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്. എസ്പെഷ്യലി വെൻ ദ പേഴ്സൺ ഹോപ്ഡ് ടു ഡു സോ, ദിസ് സെൻസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ ഈസ് ഇൻറ്റൻസിഫൈഡ് ബൈ ദ റിയലൈസേഷൻ ദാറ്റ് others with whom the person has competed have achieved the success much earlier than him or her. Under such a condition, the impact upon the self-concept is highly unfavorable. സോ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സെൽഫ് കൺസെപ്റ്റ് ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ബൈ കോൺട്രാസ്റ്റ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ടു അച്ചീവ് സക്സസ്, recognition and prestige much earlier than anticipated and earlier than one's competitors. This condition has favorable impact upon the self-concept. Sometimes it may be so much favorable that it may lead to the delusion of grandeur and superiority complex, and this condition in the long term may counteract favorable social judgment and prove damaging to the self-concept. This condition has favorable impact upon the self-concept. അതൊരു ഫേവറബിൾ ഇമ്പാക്റ്റ് ആണ് സെൽഫ് കൺസെപ്റ്റിനകത്ത് ഉണ്ടാക്കാം. ചില സമയങ്ങളിൽ ഇറ്റ് മേ ബി സോ മച്ച് ഫേവറബിൾ ദാറ്റ് ഇറ്റ് മേ ബി ലീഡ് ടു ദ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ ആൻഡ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ആൻഡ് ഇറ്റ്സ് കണ്ടീഷൻ ഇൻ ദ ലോങ് ടേം മേ കൗണ്ടറാക്ട് ഫേവറബിൾ സോഷ്യൽ ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് പ്രൂവ് ഡാമേജിങ് ടു ദ സെൽഫ് കൺസെപ്റ്റ്. ചില സമയങ്ങളിൽ അത് എന്ത് ചെയ്യും? സുപ്പീരിയോറിറ്റി കോംപ്ലക്സിലേക്കൊക്കെയാണ് എന്ത് ചെയ്യുക? കൊണ്ടുപോവുക. സോ അത് ലോങ് ടേം ആയിട്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരു സോഷ്യൽ ജഡ്ജ്മെൻറ്റിനകത്തും അതുപോലെ അതൊക്കെ നമ്മളെ സെൽഫ് കൺസെപ്റ്റിനെ ഡാമേജ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വരുന്നത്. നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത്? ഇൻ്റലക്ച്വൽ ഡിറ്റർമിനൻറ്റ്സ് നോക്കി, അതുപോലെ തന്നെ ഇമോഷണൽ ഡിറ്റർമിനൻറ്റ്സ് നോക്കി, എക്സസീവ് ലവ് ആൻഡ് അഫെക്ഷൻ, സെൽഫ് ഡിസ്ക്ലോഷർ, ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, ഗോൾ സെറ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനകത്ത് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക? സൈക്കോളജിക്കലി എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കോണ്ടൻറ്റ് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.